ഹലോ ഗൈസ്, അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മോശപ്പെട്ട പടങ്ങളിൽ ഒന്നാണ് എമ്പുരാൻ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമുണ്ടാവില്ല. മാർക്കറ്റിംഗ് തന്ത്രം കൊണ്ട് മാത്രം 100 കോടിയും 200 കോടിയും ഏത് പൊട്ട സിനിമയ്ക്കും കിട്ടും എന്നതിന്റെ ജീവിക്കുന്ന തെളിവുകളായി എമ്പുരാൻ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചരിത്രം അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ സിനിമ സംഘവിരുദ്ധമാണെന്നും ബി.ജെ.പിക്കും എൻ.ഡി.എക്കും അമിത്ഷായ്ക്കും മോദിക്കും സുരേന്ദ്രനും ഒക്കെ എതിരാണ് എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയതുകൊണ്ട് മാത്രം ആൾക്കാർ എന്താണ് ഈ പ്രചരണത്തിന് അടിസ്ഥാനം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി മൂലം മാത്രം കയറി കണ്ട് 100 കോടിയും 200 കോടിയും അടിച്ച ഇത്രയും മോശം പടമായിട്ടുള്ള എമ്പുരാന്റെ ചർച്ച കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നടക്കുകയുണ്ടായി. ആ സമയത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ് മുന്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു രംഗം ഒക്കെ ആ സിനിമയിൽ വളരെ വിവാദപരമായിട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതൊരു മലയാളികൾക്കും അല്ലെങ്കിൽ ആ സിനിമ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ആ മുന്നയെ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ പൈതൃക തലസ്ഥാനം എന്നൊക്കെ പറയാവുന്ന തൃശ്ശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിയെ മുന്നയോട് ഉപമിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ പാവാട കഴുകിക്കൊടുത്ത് എം.പി സ്ഥാനം നേടിയെടുത്ത ജോൺ ബ്രിട്ടാസ്. നമുക്കാദ്യം ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു എം.പി രാജ്യസഭയിലെത്തി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രവർത്തിച്ച് ജനങ്ങളുടെ ഒരാളായി ജീവിക്കുന്ന, ഇത്രയും നന്മ പ്രവർത്തികളും ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയും രാജ്യസ്നേഹിയും അതിലുപരി എല്ലാവരെയും മനുഷ്യരായി കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഇത്രയും നീതിരഹിതവും അടിസ്ഥാനരഹിതമായിട്ട് ഒരു പരാമർശം നമുക്ക് ആദ്യം കേട്ടിട്ട് നമുക്ക് അതിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ ബി.ജെ.പി ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും. കേരളത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന, കേരളത്തിന് വേണ്ടിയിട്ട് ഏത് പാതിരാത്രിക്കും വർക്ക് ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു എം.പി ആണ്. എം.പി എന്നതിലുപരി ഇന്ത്യ ഭരിക്കുന്ന ഒരു സെൻട്രൽ മിനിസ്റ്ററാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ആ സുരേഷ് ഗോപിയെയാണ് മുന്നേയായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ബി.ജെ.പി ബെഞ്ചുകളിൽ ഇരുന്ന് രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം സേവനം ചെയ്യുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പോലുള്ള നേതാക്കളെയാണ് മുന്ന എന്ന് വിളിച്ച് ഈ രാജ്യസഭ എം.പി ആയിട്ടുള്ള ബ്രിട്ടാസ് അപമാനിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ പാവാട കഴുകി ഉണ്ടാക്കി നേടിയെടുത്ത എം.പി സ്ഥാനമല്ല ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സുരേഷ് ഗോപിയുടെയും ഒന്നും എം.പി സ്ഥാനം. അവിടെ കൊണ്ടും കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തൃശ്ശൂരിലെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന്. തൃശ്ശൂരിലെ ജനങ്ങൾ എന്താ മണ്ടന്മാരാണോ? കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു കേരളത്തിന്റെ തന്നെ ഒരു എന്താ പറയണ്ടേ ഒരു 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 ചെറിയ പോർഷൻ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ സംസ്കാരവും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അല്ലെങ്കിൽ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ ജയിക്കുക എന്ന് പറയുന്നത് കേരളം മൊത്തത്തിൽ കീഴടക്കുന്നതിന് തുല്യമാണ്. ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്നും തുറക്കുമെന്നും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവരാണോ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുകയും പൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത്? ഇവരാര്? അതിന്റെ ഗേറ്റിൽ നിൽക്കുന്ന വല്ലോ സെക്യൂരിറ്റി ഓഫീസറാണോ ഇവര്? ആരൊക്കെ എം.പി സ്ഥാനം ആർക്കൊക്കെ കൊടുക്കണം, ആരൊക്കെ തോപ്പിക്കണം, ആരൊക്കെ ജയിപ്പിക്കണം എന്ന് ഇവരാണോ തീരുമാനിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച് നേടിയെടുത്ത സീറ്റാണ് തൃശ്ശൂരിലെ സീറ്റ്. അത് തൃശ്ശൂരിലെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എവിടെയാ തെറ്റുപറ്റിയത്? കേരളത്തിലെ ബാക്കി വരുന്ന 19 മണ്ഡലങ്ങളിലെ ജനങ്ങൾക്കും തെറ്റുപറ്റി. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്ത ബാക്കി ജനങ്ങൾക്കെല്ലാം തെറ്റുപറ്റി. അതാണ് സത്യം. ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പറയുകയാണെങ്കിൽ 25% കേരളത്തിൽ വോട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അതായത് 4 പേരെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ, ഏതൊരു ഗ്രൂപ്പിലെ 4 പേരെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരാൾ ബി.ജെ.പി ആയിരിക്കും. അത്രയും ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു പാർട്ടിയുടെ ഒരു എം.പിയുടെ ഒരു സീറ്റ് അടുത്ത തവണ പൂട്ടിക്കെട്ടിക്കുമെന്നാണ് ഇവിടെ ആരുടെയൊക്കെയോ പാവാട കഴുകി എം.പി സ്ഥാനമായിട്ടുള്ള ബ്രിട്ടാസ് പറയുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ബ്രിട്ടാസ് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുമ്പം പുറകെ കിടന്ന് കാറാനും കൈയടിക്കാനുമുള്ള ബാക്കിയിരിക്കുന്ന 2-3 എണ്ണങ്ങളും കൂടെ അതിന്റെ പുറകിലുണ്ട്. ശ്രീ വി റഹീമും സന്തോഷ് കുമാറും ഒക്കെ. ഇവരാരും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന എം.പിമാരല്ല. ഇവരൊക്കെ ഏതാനും കേരളത്തിലെ ഒരു സംസ്ഥാന ഭരണം ഉള്ളതിന്റെ പേരിൽ മാത്രം എം.പി ആയിട്ടുള്ളവരാണ് ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ശബ്ദമുയർത്തുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി
മനുഷ്യസ്നേഹിയും രാജ്യസ്നേഹിയും അതിലുപരി ഉന്നത കുലജാതനുമായിട്ടുള്ള സുരേഷ് ഗോപിയെ അപമാനിച്ചതിന്റെ പേരിൽ സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ച് ഒരു മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ അന്യമത ജാതിക്കാരെയും കൊല്ലുന്ന ഒരു വ്യക്തിയോട് ഉപമിച്ചതിന്റെ പേരിൽ ജോൺ ബ്രിട്ടാസ് അയാളുടെ എം പി സ്ഥാനം രാജിവെക്കുകയും തൃശ്ശൂരിലെ ജനങ്ങളോട് മാത്രമല്ല കേരളത്തോട് മൊത്തത്തിൽ മാപ്പ് പറയേണ്ടതും ഈ കാലഘട്ടത്തിന് അനിവാര്യതയാണ്. ഇവിടെ മതനിരപേക്ഷത നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയാണ് ജോൺ ബ്രിട്ടാസിന്റെ മാപ്പ്.